അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയരായ രക്ഷിതാക്കള്, അറിവ് പകർത്തി തരുന്ന ഉസ്താദുമാര്, സദസ്യര്, അറിവിൻ്റെ മഹത്വം എന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ സൂചിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അറിവ് ഇസ്ലാമിൻ്റെ ജീവനാഡിയാണെന്നും പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നു. അറിവ് ആത്മാവിന് കൊടുക്കുന്ന ഭക്ഷണങ്ങളിൽ പെട്ടതാണെന്നും ദുഷിച്ച ചിന്തകളിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്താനുള്ള ഉപാധിയും കൂടിയാണ്. അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാകില്ല എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അന്ധകാര നിമിത്തമായ 6-ാം നൂറ്റാണ്ടിലെ ആദവ ജനതയെ കരകടത്തിയത് അല്ലാഹുവിൻ്റെ റസൂൽ പകർന്നു കൊടുത്ത വെളിച്ചമായിരുന്നു. കള്ളും പെണ്ണും പ്രതാപവും അഭിമാനമായി കൊണ്ടുവരുന്നിരുന്ന ജാഹിദീങ്ങൾ, ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാതെ ഒഴുകി നടന്നവർ. അവർക്ക് പ്രവാചകനും വിശുദ്ധ ഖുർആനും അവർക്ക് വഴികാട്ടികളായി. അവരെ ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന ഏറ്റവും വലിയ സാംസ്കാരിക തനിമയുടെ ഉത്തുംഗതിയിലേക്ക് ഉയർത്തി. ആ കഥകളൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിരിക്കാം. അതുകൊണ്ട് ആ ഭാഗത്തേക്കല്ല ഞാൻ പോകുന്നത്. ഇന്ന് നമ്മളിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന മതവിദ്യാഭ്യാസത്തെക്കുറിച്ച് അല്പം സംസാരിക്കണമെന്ന് തോന്നുന്നു. മതവിദ്യാഭ്യാസം നേടാൻ ധാരാളം വഴികളും മേഖലകളും ഇന്നുണ്ട്. ഭൗതിക ലോകത്തേക്കുള്ള ഗുണങ്ങൾ മാത്രം ലക്ഷ്യമാക്കിയാണ് അവരിൽ പലതും. എന്നാൽ നമ്മെ കാത്തിരിക്കുന്ന അപകടങ്ങളിൽ അന്ത്യനാളെക്കുറിച്ച്, ആഖിറമാകുന്ന ലോകത്തെ രക്ഷ നേടാനുള്ളതാണ് അവയിൽ പലതും. പ്രവാചകൻ പഠിപ്പിച്ചു തന്നതുപോലെ ഇൽമിൻ്റെ വഴിയിൽ പ്രവേശിച്ചാൽ അവന് അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. ഒരാൾ മരിച്ചു പോയാൽ ബാക്കിയാവുന്ന 3 കാര്യങ്ങളേ ഉള്ളൂ. അതിലാണ് ഉപകാരപ്രദമായ അറിവ്. മക്കൾക്ക് മതവിദ്യാഭ്യാസം നൽകാൻ മാതാപിതാക്കൾ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ അവരെ കാത്തിരിക്കുന്നത് പ്രധാനമായി 2 അപകടങ്ങളാണ്. ഒന്ന്, പരലോകത്തെ വെച്ച് അവർ മാതാപിതാക്കൾക്കെതിരെ സാക്ഷി നിൽക്കും. മറ്റൊന്ന്, ദുനിയാവിൽ തന്നെ വെച്ചുണ്ടാവുന്ന അപകടങ്ങളാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.